ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഫ്താർ സ്പെഷ്യലായിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ഞാൻ മൊത്തത്തിൽ യൂസ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് കട്ടകളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇതങ്ങ് മാറ്റി വെക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ ചെറിയ ഉള്ളി ഒരു ബ്രൗൺ കളർ സ്റ്റാർട്ട് ആവുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഗോതമ്പ് പൊടിയുടെ മിക്സാണ്. ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ട് ആ ഗോതമ്പ് പൊടിയുടെ മിക്സും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം. ഒരു 5 മുതൽ 6 മിനിറ്റ് വരെ ആകുമ്പോഴേക്കും ഇങ്ങനെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത ശേഷം നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. 2 മുതൽ 3 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതൊന്ന് മെൽറ്റാക്കി എടുക്കാം. അപ്പോഴേക്കും നമ്മളെ ഈ ഗോതമ്പ് പൊടിയെല്ലാം നന്നായിട്ട് കുക്കായിട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ടാവും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെയോ തണുപ്പിച്ചോ നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് നല്ലൊരു ഇഫ്താർ ഡ്രിങ്ക് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് തന്നെയായിരിക്കും ഇത്. താങ്ക്സ് ഫോർ വാച്ചിങ് ഈസി ടിപ്സ് കിച്ചൺ.